അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയിലേക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരോട് മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറോളം നിറച്ചു. ശീമോൻ പത്രോസിന് ഇത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അതിൻ്റെ 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ശീമോൻ പത്രോസ് അതുകൊണ്ട് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവെ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് നടന്ന ഒരു ചരിത്ര സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ലോകത്തിലെ മനുഷ്യർ ദൈവങ്ങളെ അന്വേഷിച്ച് നടന്ന് എങ്ങും കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റിൽ പോയി ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ പല ദൈവങ്ങളെയോ വിലയ്ക്ക് മേടിച്ച് വീട്ടിൽ വന്ന് അവർ പാർക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ട് ആ ദൈവത്തോട് സാഷ്ടാംഗം വീണ്, നീ എൻ്റെ ദേവനല്ലോ, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹത്തിന് നടുവിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശു കടന്നു വന്നിട്ട് ശീമോനെയും കൂട്ടരെയും തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞിട്ട് താഴെ വായിക്കുമ്പോൾ അവൻ്റെ കൂട്ടാളികൾക്കുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചും സബദി മക്കൾക്കുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചും ഒക്കെ അവിടെ വായിക്കുന്നു. അപ്പോൾ കർത്താവ്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവരാകും. അപ്പം മനുഷ്യനെ പിടിക്കേണ്ടതിന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരേണ്ടതിന് ദൈവത്താൽ ഒരു തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദർഭത്തെയാണ് നാം ഇവിടെ കാണുന്നത്. യഥാർത്ഥമായ സത്യദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും മാനുഷിക തലങ്ങൾക്കൊത്തവണ്ണമല്ല. അതിരാവിലെയോ വൈകിട്ടോ
സാധാരണ മീൻ പിടിക്കാൻ പോകുന്നത് സന്ധ്യാസമയത്ത് രാത്രിയിലാണ്. രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം രാത്രി സമയത്ത് ഈ മീനുകൾ ജലത്തിന് ഉപരിതലത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പകൽ സമയത്ത് മത്സ്യം തീൻ തേടി കടലിൻ്റെ അല്ലെങ്കിൽ ആഴത്തിൻ്റെ അടിയിലേക്ക് പോകാറാണ് പതിവ്. ചേറുകളും പായലുകളും തിന്ന് ജീവിക്കുന്ന ഈ ജീവജാലങ്ങളായിരിക്കുന്ന മത്സ്യങ്ങൾ അതിൻ്റെ തീനന്വേഷിച്ച് പകൽ സമയത്ത് അത് വെള്ളത്തിനടിക്കിലേക്ക് പോകുമ്പോൾ അതിന് വെള്ളത്തിൻ്റെ സമ്മർദ്ദമുണ്ടാകും. പക്ഷേ രാത്രി സമയങ്ങളിൽ അത് വെള്ളത്തിൻ്റെ സമ്മർദ്ദം കുറഞ്ഞിരിക്കേണ്ടതിനും ചെറിയ ശരീരത്തിന് ബാലൻസ് കിട്ടേണ്ടതിനും അവർക്ക് വെള്ളത്തിൽ റെസ്റ്റ് എടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ അവർ ജലത്തിന് മുകളിലേക്ക് വരുന്നത് സാധാരണയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കൂട്ടം കൂടുമ്പോഴാണ് മനുഷ്യർക്ക് തീനാകുന്നതും കടലിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് തീനായിത്തീരുന്നതും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തായാലും മീൻ പിടിക്കാൻ പോയ സന്ദർഭം ഏത് തന്നെയായാലും മീൻ പിടിക്കാൻ പോയ ശീമോനെയും കൂട്ടരെയും കർത്താവാകുന്ന ദൈവം അവരെ അന്വേഷിച്ച് ഗെന്നേസരത്ത് കടൽ തീരത്തിനരികിലേക്ക്, തടാകത്തിൻ്റെ അരികിലേക്ക്, അഥവാ ഗലീല കടലിനരികിലേക്ക് വന്ന സന്ദർഭമാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. മുകളിൽ 2 പ്രാവശ്യവും ശീമോനെ കുറിച്ച് പറയുമ്പോൾ ശീമോൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ താൻ പാവിയാണെന്ന് ഏറ്റുപറഞ്ഞ സന്ദർഭം പറയുമ്പോൾ അവനെ പത്രോസ് എന്നും കൂടെ 8-ാം വാക്യത്തിൽ ഉച്ചരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ദൈവസന്നിധിയിൽ താഴുന്ന, ദൈവസന്നിധിയിൽ അംഗീകരിക്കുന്ന, ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും പേരുമാറ്റം ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം സമർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ശീമോൻ പത്രോസ് ആയത് പെന്തക്കോസ്ത് നാളിന് മുതലാണ്. പെന്തക്കോസ്ത് നാളിന് മുമ്പ് വരെ ശീമോൻ പത്രോസ് ആയിരുന്നില്ല. അവനെപ്പോഴും യോഹന്നാന്റെ മകനായ ശീമോൻ തന്നെയായിരുന്നു. ഇവിടെ ശീമോൻ കർത്താവിനെ കുറിച്ചും കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും കണ്ടപ്പോൾ അവനുണ്ടായ ഹൃദയമാറ്റം മാണ് പ്രധാനമായുള്ള വിഷയം. കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, ഞാനൊരു പാപിയാകുന്നു. മുകളിൽ 5-ാം വാക്യം വായിക്കുമ്പോൾ ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ നാഥ എന്ന് ഉച്ചരിച്ച യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ആണ് ഈ വാക്ക്. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു പ്രധാന സ്ഥാനം, ഉപദേശം പറയുന്നവർക്കൊരു പ്രധാന സ്ഥാനം കൊടുത്തുകൊണ്ടാണ് അവർ സംബോധന ചെയ്യുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന കൾച്ചർ അതാണ്, അടിസ്ഥാന ടീച്ചിങ് അതാണ്. അതുകൊണ്ടാണ് അവിടെ നാഥ എന്ന് വിളിച്ചുകൊണ്ട്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായിരിക്കുന്നവരെ എന്നൊരു സംബോധനയാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ 8-ാം വാക്യത്തിൽ വരുമ്പോൾ ശീമോൻ പറയുന്നൊരു കാര്യമുണ്ട്. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിങ്കൽ കാൽക്കൽ വീണിട്ട്, കർത്താവേ, ഞാൻ പാവി ആയൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ.
യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുന്ന പദവും നേരത്തെ പടകിൻ്റെ വലതുവശത്തേക്ക് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ കർത്താവ് കൽപ്പിക്കുമ്പോൾ അവൻ നാഥ എന്ന് സംബോധന ചെയ്ത അതേ ശീമോൻ കർത്താവാകുന്ന ദൈവത്തിൻ്റെ കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ അവൻ ഉച്ചരിച്ച പദം കർത്താവേ എന്നാണ്. ഹല്ലേലൂയ. നേരത്തെ നാഥ എന്ന് സംബോധന ചെയ്ത വ്യക്തി 5-ാം വാക്യത്തിൽ നാഥ എന്ന് സംബോധന ചെയ്യുന്ന വ്യക്തി, സ്തോത്രം, 8-ാം വാക്യത്തിൽ വന്നപ്പോൾ വിളിക്കുകയാണ് യഹോവേ അഥവാ കർത്താവേ. ഇതാണ് യഥാർത്ഥമായ ഒരു വെളിപ്പാട്. സ്തോത്രം. നമ്മൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ഉശ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കാണുകയാണ്. ആ കാഴ്ചപ്രകാരം അവൻ കാണുമ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ട ആ കാഴ്ചപ്രകാരം ആയിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ അവിടെ കണ്ട് വിവരിച്ച വിഷയമാണ് എന്താണ്? സാറാഫുകൾ കോടിക്കണക്കിന് നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് നിരന്തരം ആർക്കുന്നു. അതിനർത്ഥം 3 ദൈവം 3 ആളിന് വേണ്ടി 3 പരിശുദ്ധൻ കൊടുത്തെന്ന് ആരും വ്യാഖ്യാനിക്കരുത്. അതിങ്ങനെ നിരന്തരം സംഭവിക്കുന്ന കാര്യമാണ്. പരിശുദ്ധൻ 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 നിരന്തരം പറയുകയാണ്. അല്ലാതെ ഒരു 3 ദൈവവും 3 സിംഹാസനവും 3 വ്യക്തിക്കും പറഞ്ഞ കാര്യമൊന്നുമല്ല. അങ്ങനൊന്നും ആരും വ്യാഖ്യാനിക്കരുതേ. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നവരല്ല എങ്കിലും ഞാനന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. അങ്ങനെ ആ സാറാഫുകൾക്ക് എല്ലാത്തിനും 6 ചിറകുണ്ട്. ആമേൻ. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് മുഖം മൂടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് രാപകൽ ആർക്കുന്നു. ഈ തിരുവെഴുത്തിനെ കുറിച്ചുള്ള അറിവുള്ളവനായ ശീമോൻ, സ്തോത്രം, ഇവിടെ വിളിക്കുകയാണ് ഹല്ലേലൂയ, എൻ്റെ കർത്താവേ. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവമെന്ന് വെളിപ്പെട്ട എൻ്റെ കർത്താവേ, മോശയ്ക്ക് ഹേരോബിൽ തീയുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്തോത്രം കർത്താവെന്ന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവമേ, ഹല്ലേലൂയ. അതിനുശേഷം എപ്പോഴും ഞങ്ങൾ അഡോണി അഥവാ കർത്താവ് എന്ന് സംബോധന ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ എന്നു അങ്ങാകുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളുടെ കർത്താവാകുന്നു എന്നുള്ള വെളിപ്പാട് ആമേൻ, സ്തോത്രം, ശീമോന് ലഭിച്ചപ്പോൾ ശീമോൻ പറഞ്ഞതാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. യെശയ്യാവിനും ഇതേ സന്ദർഭത്തിൽ ഉണ്ടായത് ഇതേ കാര്യമാണ്. എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കണ്ട നിമിഷത്തിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അവൻ എടുത്ത് ഏറ്റുപറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, ഞാൻ പാവമുള്ള അതരത്തോടു കൂടി ആമേൻ അങ്ങനെയുള്ള ജനത്തിൻ്റെ നടുവിൽ താമസിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുമ്പോഴാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത്. പാപബോധമില്ലാതെ ഈ ഭൂമിയിൽ ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങൾക്ക് പാപബോധം ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ആണ് ഇവിടെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇതുവരെയും ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാപബോധമില്ലാതിരിക്കുന്നത്. ഏതൊരു വ്യക്തി ദൈവത്തെ കാണുകയോ അറിയുകയോ ചെയ്താൽ ആ നിമിഷം തന്നെ അവൻ എടുത്ത് ഏറ്റുപറയും, സ്തോത്രം, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ,
സൈന്യങ്ങളുടെ രാജാവായ കർത്താവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ കണ്ട ആ സൈന്യങ്ങളുടെ ദൈവമാകുന്ന കർത്താവ് തന്നെയാണ് സ്തോത്രം ശീമോന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ശീമോൻ വെളിപ്പാട് കണ്ടു. ആ സമയത്ത് ആ വെളിപ്പാടിൻ പ്രകാരമാണ് അവൻ പറഞ്ഞത്, കർത്താവേ. അവൻ ശീമോൻ അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാവിയായ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കാണേണ്ടതുപോലെ കാണുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടു അവരായിത്തീരുന്നത്? ദൈവത്തെ കാണുക, ദൈവത്തെ അറിയുക, ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുക. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു, ദൈവത്തെ അറിഞ്ഞു, ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ. നോഹ ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു. ശേഷം നോഹയുടെ തലമുറകളിൽ ഷേം ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു. ഷേമിൻ്റെ തലമുറയിൽ അബ്രഹാം ദൈവത്തെ കണ്ടു, ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു. ഇസഹാക്ക് ദൈവത്തെ കണ്ടു, ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു. യാക്കോബ് ദൈവത്തെ കണ്ടു, ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ. ശേഷമുള്ള വിശുദ്ധന്മാരിൽ പലരും ദൈവത്തോടു കൂടെ യാത്ര ചെയ്തു, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു, ദൈവത്തെ കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ അറിയുക, ദൈവത്തിനെ കാണുക, ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുക. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും മാറ്റമുണ്ടാവും. നമ്മൾ വക്രയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് വേർപാട് ആചരിപ്പാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്തിൽ 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇത് സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആ ഒരു പുതുക്കം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വെളിപ്പെടുവാൻ സർവശക്തിയുള്ള ദൈവം നമ്മളെ സഹായിക്കും. നിശ്ചയമായും നമ്മൾ ദൈവത്തെ അറിയുക, കാണുക, ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ സ്തോത്രം പ്രസംഗ വിഷയമായിട്ട് പറയുകയല്ലെങ്കിലും റെഫറൻസ് ഓർത്തത് കൊണ്ട് പറഞ്ഞു പോകട്ടെ. 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ അവളെ വചനത്തോടു കൂടിയുള്ള ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തേജസ്സോടെ മുൻ നിയമിക്കേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ദാസനായ പൗലോസ് കുടുംബത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച്, അല്ലെ കുടുംബം, ഒരു യേശുക്രിസ്തുവിൽ ഒരു കുടുംബം എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഉപമകളോടുകൂടെ കർത്താവ് തൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ച ഈ വചനം ചിന്തിച്ചതാണ്. അവൻ അവളെ വചനത്തോടു കൂടിയുള്ള ജലസ്നാനത്തോൾ, വചനം സമം യേശുക്രിസ്തു, യേശുക്രിസ്തുവിനോട് കൂടിയുള്ള, യേശുക്രിസ്തുവിൻ്റെ നാമത്തോടു കൂടിയുള്ള ജലസ്നാനം. അപ്പം ജലസ്നാനം എങ്ങനെയായിരിക്കണമെന്നാണ് പൗലോസ് എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നത്. സ്തോത്രം. യേശുക്രിസ്തു എന്ന വ്യക്തി, സ്തോത്രം, ദൈവസഭ എന്ന അവളെ, അല്ലെങ്കിൽ ദൈവസഭ എന്ന വ്യക്തിയെ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറഞ്ഞാൽ വചനം സമം യേശുക്രിസ്തു, യേശുക്രിസ്തു സമം വചനം. യേശുക്രിസ്തുവിൻ്റെ
നാമത്തോടു കൂടിയുള്ള ജലസ്നാനത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നാമത്താലുള്ള വചനസ്നാനം വരികയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ സ്നാനം വചനത്തോടു കൂടിയുള്ള ജലസ്നാനമായി തീരണമെങ്കിൽ വചനമെന്ന യേശുക്രിസ്തു എന്ന സ്തോത്രം പേരിനെ, ഹല്ലേലൂയ, സ്നാപകൻ എന്ന അഭിഷക്തൻ ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്നാനം വചനത്തോടു കൂടിയുള്ള ജലസ്നാനമാകുന്നത്. ജലം എന്ന് പറയുന്നത് ഇവിടെ ഒരു മീഡിയേറ്ററാണ്. സ്തോത്രം. ഒറ്റവാക്ക് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ജലം എന്നത് ലോകത്തെ കാണിക്കുന്നു, ഭൂമിയെ കാണിക്കുന്നു. ഏദനിൽ പാപം ചെയ്ത മനുഷ്യനോട് ദൈവം കൽപ്പിച്ചത്, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട ഭൂമിയുടെ ഒരു ഘടകമാണ് ജലം. ജലത്തിലും എന്തോ ഉണ്ട്? ആദമിക ശാപം ഉണ്ട്. ഈ ആദമിക ശാപം ജലമെന്ന ഒരു പ്രതീകത്തിലൂടെ, ആദമിക ശാപം നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ അതിലൊരു ഒരു 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 പ്രധാന ഘടകമാകുന്ന ജലമെന്ന സ്തോത്രം വസ്തുവിലൂടെ, അല്ലെങ്കിൽ ജലമെന്ന ദ്രാവകത്തിലൂടെ, സ്തോത്രം, ദൈവമാകുന്ന കർത്താവ് ഒരു വൻ പദ്ധതി ചെയ്യുകയാണ്. ഭൂമിയുടെ ശാപം പൂർണ്ണമായും നീങ്ങിപ്പോകേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്താൽ, ഇപ്പം യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിച്ച് ഭൂമിക്കിടെ പ്രദാനം ചെയ്യുന്ന, ഭൂമിയിൽ ലയിച്ചിരിക്കുന്ന ഈ ജലത്തിലൂടെയുള്ള സ്നാനത്താൽ, സ്തോത്രം, ജലത്തെ മീഡിയേറ്ററാക്കി യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഏത് വ്യക്തിയിലാണോ പാപനിമിത്തം ശാപമായി പോയത്, ആ വ്യക്തി, അതായത് ആദ്യം മനുഷ്യൻ്റെ ദേഹിയാണ് പാപനിമിത്തം ശാപമായി പോയത്. നീ ശപിക്കപ്പെട്ടവനായതുകൊണ്ട്, നീ പിശാചിൻ്റെ ആജ്ഞ അനുസരിച്ചതിൻ്റെ നിമിഷം നീ ആരായി തീർന്നു? ശപിക്കപ്പെട്ടവനായി തീർന്നു. ആകയാൽ നീ നിലനിൽക്കുന്ന ഈ ഭൂമിയും എന്ത് ചെയ്തിരിക്കുന്നു? ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള ശാപം ഒഴിയണം, പ്ലസ് മനുഷ്യനിലുള്ള ശാപം ഒഴിയണം. സ്തോത്രം. എന്നാൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ അതിവിശുദ്ധനാണ്. സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും പിതാവിൻ്റെ നാമം വിശുദ്ധമാകുകയുള്ളൂ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നിന്റെ നാമം ഭൂമിയിൽ വിശുദ്ധീകരിക്കണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പം സ്വർഗത്തിൽ അതിവിശുദ്ധമാണ്. ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും പരിജ്ഞാനത്തിലും ദൈവപൂർണ്ണതയിലും അതിമഹത്വമുള്ള തേജസ്സിൽ നിൽക്കുന്നു, അതിമഹത്വമുള്ള ശ്രേഷ്ഠതയിൽ നിൽക്കുന്നു, ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിൽ നിലകൊള്ളുന്നു. ഇതേപോലെ ഈ ഭൂമിയും ആയിത്തീരണം. അതിന് ദൈവം ഭൂമിയിലെ പ്രധാന മീഡിയേറ്ററായിരിക്കുന്ന, ഒരു പ്രധാന ഘടകമായിരിക്കുന്ന ജലത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന്, ഭൂമി ആരാൽ ശപിക്കപ്പെട്ടോ ആ വ്യക്തിയിലൂടെ ഉള്ള ശുദ്ധീകരണത്തിനായിട്ട് ഒരുക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഭൂമിയും ദൈവഹിതപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുന്നു. ജലം മുഖാന്തരമായിട്ട് ഭൂമിയിൽ നിന്ന് എടുത്ത മനുഷ്യനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവഹിതപ്രകാരം വിശുദ്ധീകരിക്കപ്പെടും. ഇതാരിലൂടെ നടക്കുന്ന? താഴ്മയോടെ ദൈവത്തെ കീഴ്പ്പെടുന്ന ദൈവത്തിൻ്റെ പൈതൽ. എവിടെയാണ് ദൈവത്തെ അനുസരിച്ച് താഴ്മയോടെ എളിമപ്പെടുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ദൈവം ഈ ഭൂമിയിൽ വച്ച് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവം
നസറനായ യേശുവിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് നസറനായ യേശു ക്രിസ്തുവിലൂടെ, അതായത് ദൈവസഭയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ, അതായത് പാവമായി തീർന്ന ജഡവും ദേഹിയുമായിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടും ജനനത്തിന് മീഡിയേറ്ററായി തീരുവാൻ ഈ ഭൂമി ആദമിനാൽ ശപിക്കപ്പെട്ടപ്പോൾ ഈ ഭൂമിക്ക് പകരമായി ദൈവം ജലത്തെ മീഡിയേറ്ററായി വഹിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്താൽ മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന ശുദ്ധീകരണം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കേണ്ടി വരുന്നത്? ജനിച്ച കുഞ്ഞിന് രണ്ട് പേര് ഐക്യതയോടെയുള്ള ആലോചന, രണ്ടുപേരുടെ സാക്ഷ്യം ഏത് കാര്യം ഉറപ്പാകും? യോസഫിനും മറിയത്തിനും ദൈവം കൊടുത്ത ദർശനവും വെളിപ്പാടും മുഖാന്തരം ഒരാൾക്ക് ദർശനം കൊടുത്തു, ഒരാൾക്ക് സ്വപ്നം കൊടുത്തു. യോസഫിന് സ്വപ്നം കൊടുത്തു, മറിയത്തിന് ദർശനം കൊടുത്തു. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ദൈവാലോചന കൊടുത്തു. അവരെ ഐക്യതയോടുള്ള രണ്ട് പേരുടെ സാക്ഷ്യം അത് ഏത് കാര്യം ഉറപ്പാക്കുന്നു എന്നുള്ള നിയമപ്രകാരം, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഈ രണ്ടു പേരുടെ സാക്ഷ്യവചനം അനുസരിച്ച് അവർക്കെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മറിയത്തിൽ ജനിച്ച കുഞ്ഞിന് അവർ യേശു എന്ന് പേരിട്ടു. ഈ പേരിൻ്റെ ശരീരത്തെ അഭിഷേകം ചെയ്തു. ഈ ശരീരത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപമെല്ലാം ചുമത്തിയിട്ട് ഈ ശരീരത്തെ കാൽവറി ക്രൂശിൽ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു, തകർത്ത് കളഞ്ഞു. ഈ ശരീരത്തെ തകർത്തപ്പോൾ ഈ ശരീരത്തിനിട്ട പേരിനാൽ എന്ത് ലഭിക്കുന്നു? പാപമോചനം ലഭിക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ദൈവ നിയമപ്രകാരം, സ്തോത്രം, ആ ശരീരം മരണത്തിന് ഏൽപ്പിക്കുകയും തകർത്ത് മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്തൊക്കെയാ തകരുന്നത്? കർത്താവിൻ്റെ അസ്തിത്വം തകരുന്നില്ല, പക്ഷെ കർത്താവിൻ്റെ ദേഹിയും കർത്താവിൻ്റെ മാംസവുമാണ് തകരുന്നത്. അന്ത്യ സമയത്ത് കർത്താവിൻ്റെ മേശ കൊടുക്കുമ്പോൾ ഏതൊക്കെയാണ് അവിടെ മേശയായിട്ട് കൊടുത്തത്? ശരീരവും രക്തവുമാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. ഈ പാനപാത്രത്തിൽ നിന്ന് കുടിപ്പീൻ, രക്തം. അപ്പം ഏതേനിൽ വെച്ച് മനുഷ്യവർഗത്തിൻ്റെ കളങ്കമായി തീർന്നത് ശരീരവും രക്തവുമാണ്. അപ്പം മനുഷ്യൻ്റെ കളങ്കമായ ശരീരത്തെയും രക്തത്തെയും, സ്തോത്രം, വീണ്ടെടുക്കേണ്ടതിന് കർത്താവിൻ്റെ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവും അവർക്ക് പങ്കിട്ടിട്ട് ശിഷ്യന്മാരിലൂടെ ആദമിക പാപത്തെയും ആദമിൻ്റെ രക്തത്തെയും സ്വയം, സ്തോത്രം, യേശു സ്വീകരിച്ച ആ ശരീരം അപ്പോൾ എന്തായി തീർന്നു? പാപമായി തീർന്നു. അങ്ങനെ പാവിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതിന് പാവിയായ മനുഷ്യൻ്റെ പാപമെല്ലാം സ്വന്തം ചുമലിൽ വഹിച്ചിട്ട് ആ ശരീരത്തെ, ആ രക്തത്തെ എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ തകർത്തു. അപ്പോൾ അസ്ഥിയിൽ പാപമാവുന്നില്ല. ഹല്ലേലൂയ. അസ്ഥിയിൽ പാപം വരുന്നില്ല. പാപം എവിടെയുള്ളൂ? മനുഷ്യൻ്റെ മാംസത്തിലും മനുഷ്യൻ്റെ രക്തത്തിലുമാണ് പാപം. ജഡത്തിലും അവൻ്റെ രക്തത്തിലുമാണ് പാപം ഇരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ദൈവത്തിൻ്റെ പരിജ്ഞാനം എത്ര വലുതാണെന്ന് നോക്കിക്കേ. അവനെത്ര ഭയങ്കരനായ ദൈവമാണ്. ഈ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ അനുഗമിക്കുക, ഈ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക, ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുവാൻ ദൈവമായ പിതാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയരെ, ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നവർ, കേട്ടിട്ടുള്ളവർ, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട് കൊള്ളണമേ. സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന് പേരിട്ട ആ മാംസത്തെയും രക്തത്തെയും, സ്തോത്ര, അസ്ഥിയുണ്ട്.
ഹല്ലേലൂയ. ഇതെല്ലാം യേശുക്രിസ്തു എന്ന് പേരിട്ടതാണ്. ദൈവം അഭിഷേകവും ചെയ്തു. സ്തോത്രം. അപ്പം ദൈവം അഭിഷേകം ചെയ്ത ശരീരം, ഹല്ലേലൂയ, യേശു എന്ന ശരീരത്തിന് പേരിട്ടു. യേശു എന്ന ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്തു, യേശു ക്രിസ്തുവാക്കി. അപ്പൊ യേശു ക്രിസ്തു എന്ന ശരീരത്തെ കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തു? തകർത്തു. സ്തോത്രം. യേശു ക്രിസ്തു എന്ന ആത്മാവിനെ തകർത്തില്ലേ പ്രിയരെ? യേശു ക്രിസ്തുവിന്റെ അസ്തിത്വം തകർത്തില്ലേ പ്രിയരെ? എന്താണ് തകർത്തത്? ഏതാണോ ഏതേനിൽ അശുദ്ധമായത് അതാണ് എന്ത് ചെയ്തത്? തകർത്തത്. ഏതേനിൽ അശുദ്ധമായത് എന്തായിരുന്നു? ആദ്യ മനുഷ്യന്റെ മാംസവും രക്തവും പാപമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് അതിനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. അപ്പം കാൽവറി ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം, അതിന് തകർത്തുകൊണ്ട് അതിന് പരിഹാരം വരുത്തിയപ്പോൾ ശേഷിച്ചത് എന്താണ്? കർത്താവിൻ്റെ അസ്തിത്വവും കർത്താവിൻ്റെ പേരും. പിന്നെയുള്ള എല്ലാ പ്രവൃത്തിയും കർത്താവിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷമുള്ളത് എന്താണ്? കർത്താവിൻ്റെ പേരാണ്. യേശുക്രിസ്തു എന്ന പേരാണ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 3:10 ദൈവദാസനായ പൗലോസ് നമ്മുടെ സഹോദരൻ പറയുന്നത്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും അതിൻ്റെ മേളിൽ പണിയാൻ പറ്റില്ല. അത് ആഴമായ ദൈവിക പദ്ധതിയാണ്, ദൈവിക വെളിപ്പാടാണ്. അത് മനസ്സിലാക്കുന്ന മനുഷ്യൻ അത് മനസ്സിലാക്കി അടുത്ത നിമിഷം പറയാം, അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാണേ കർത്താവേ, അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാണേ യഹോവേ, അടോണി ഞാൻ പാപിയാണേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാവിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പാവിയാണെന്ന് ഏറ്റു പറയുമ്പോൾ അവനെ തള്ളിക്കളയല്ല. ആ ഏറ്റുപറച്ചിലിനെ ഹൃദയംഗമായി സ്വീകരിച്ച് അവനെ സ്നേഹിച്ച്, അവളെ സ്നേഹിച്ച് അവന് വേണ്ടി വഴികൾ തുറന്ന് അവനെ ക്ഷേമത്തോട് നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രിയിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിൽ ആശ്രയിക്കുക, ഈ ദൈവത്തിൽ നമ്മളെ വിധേയരാക്കുക, ഈ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുക, ഈ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുക, ഈ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം അവരുടെ തൃപ്പാദമെടുത്ത് വെക്കുക. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം പാവങ്ങൾ ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് നടക്കുമ്പോൾ സർവശക്തൻ്റെ പാദത്തിൽ പറ്റിയ അനേവധി പൊടികളുണ്ട്. അതിലൊരു പൊടിയാക്കി ദൈവം നമ്മെയും തീർത്തതിനായി സ്തോത്രം. പ്രിയരെ, ആ ക്രൂശുമരണത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ, അതുകൊണ്ടാണ് നമുക്ക് കൃപ ലഭിച്ചത്. ആ കാൽവറി ക്രൂശിലെ മരണത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട നിങ്ങളെല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഹല്ലേലൂയ. ഇത്രയധികം നമ്മെ കൊണ്ടുവരുവാൻ, ഇത്രയധികം നമ്മെ സ്നേഹിക്കുവാൻ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്തുള്ളൂ പ്രിയരെ? ഒന്നുമില്ല. ഒരു യോഗ്യതയില്ലാത്ത സമയത്ത് അയോഗ്യരായ നമ്മൾ ഒരു ജഡവും ദൈവസന്നിധി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, നിഗളവാക്കുച്ചരിക്കേണ്ടതിന് ദൈവം നമ്മളിൽ പ്രസാദിച്ചു. അത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഹല്ലേലൂയ. എപ്പോഴാണ് ദൈവം നമ്മളെ ഓർത്തത്? നമ്മുടെ താഴ്ചയിൽ. ശീമോനെ ദൈവം എപ്പോഴാണ് ഓർത്തത്? അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ശീമോനെ പോലെ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നവനെ ഓർക്കുന്ന, താഴ്ത്തുന്നവനെ, എളിമപ്പെടുത്തുന്നവനെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സഹായിക്കുന്ന, താങ്ങുന്ന, പുലർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. ആകയാൽ ഇന്ന് രാത്രി സന്ധ്യാസമയത്തിൻ്റെ വാക്ക് കേൾക്കുന്ന സഹോദരങ്ങളെ, ആമേൻ, ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ, എളിമപ്പെടുവീൻ, വിധേയരാകുവീൻ. നിശ്ചയമായും ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളത് കാര്യം തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന,
താഴ്ത്തി ഏൽപ്പിക്കുന്ന, താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അതിൻ പ്രകാരം ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നസറേനായ യേശു ക്രിസ്തു. അവൻ താഴ്മയുള്ളവനാകയാൽ അവൻ താഴ്മയുള്ളവനാകിയാൽ ഈ താഴ്മയുടെ മനോഭാവത്തെ, താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അവൻ എങ്ങനെയാണോ അതേപോലെയാണ് അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുന്ന, അവൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രികാലം ശീമോനെ പാപമെന്ന മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് എന്നെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തൽക്കാലം അതുകൊണ്ട് നമ്മുടെ ശരീരവാസത്തിൽ ഒരുപക്ഷെ നീ എന്നെ കേൾക്കുന്ന ദൈവവേദിയിൽ നീ രക്ഷിക്കപ്പെട്ടയായിരിക്കാം, യേശു ക്രിസ്തുപ്പെട്ടയായിരിക്കാം, പരിശുദ്ധാത്മാശയം പ്രാപിച്ചവരായിരിക്കാം. പക്ഷെ ഒരു സ്റ്റെപ്പും കൂടെ കർത്താവിലേക്ക് അടുത്ത് ചെല്ലേണ്ടതിന് താഴ്മയോട് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ചുവടുകൾ വെക്കുവാൻ കർത്താവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.